ഇനി നമ്മൾ പോകുന്നത് UDFിൻ്റെ സാധ്യതയിലേക്കാവും. ആരാവും പ്രതിപക്ഷ നേതാവ് UDF? അതായത് UDFിന് ഭരണം കിട്ടുന്നില്ല, ഇടതുപക്ഷത്തിന് മൂന്നാം വട്ടവും LDFിൻ്റെ ഒരു തുടർച്ചയാണ് ഉണ്ടാവുന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ UDF പ്രതിപക്ഷത്താണെങ്കിൽ ആര് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമെന്നതാണ്. രമേശ് ചെന്നിത്തല, VD സതീശൻ രണ്ടുപേരും. ഒന്ന് രമേശ് ചെന്നിത്തല പഴയ പ്രതിപക്ഷ നേതാവാണ്, VD സതീശൻ നിലവിലെ പ്രതിപക്ഷ നേതാവാണ്. തോൽവി ഉണ്ടായാൽ VD സതീശൻ സ്വാഭാവികമായും ആ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് വീണ്ടും ഒരു ഓപ്ഷൻ വരാനുള്ള സാധ്യതയും വിരളമാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും പുതിയ പേരുകളിലേക്ക് പോകാനാണ് സാധ്യത. ആ പേരുകാർ, ആ സാധ്യതകളാണ് ഇവിടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഒന്ന്, അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു മുഖ്യ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ളയാളാണ്. കാരണം മുതിർന്ന അംഗമാണ്, MLA ആയി പാർലമെൻ്ററി രംഗത്ത് പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായും ആ ഒരു പരിഗണന, മുൻ ആഭ്യന്തരമന്ത്രി സ്ഥാനമൊക്കെ വഹിച്ച വ്യക്തി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും മുന്നണിയെ നയിക്കാൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഒരു പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരാനുള്ള സാധ്യത ഒട്ടും ചെറുതല്ല. ആ സാധ്യതയെ നമുക്ക് മുന്നിൽ കാണാം. മറ്റൊരു സാധ്യത PC വിഷ്ണുനാഥാണ്. PC വിഷ്ണുനാഥ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുഖമാണ്, പാർലമെൻ്ററി രംഗത്ത് പരിചയമുള്ള ആളാണ്. അപ്പോൾ മുതിർന്ന നേതാവെന്ന രീതിയിൽ PC വിഷ്ണുനാഥ്, കുണ്ടറയിൽ നിന്നുള്ള മത്സരിക്കുന്ന PC വിഷ്ണുനാഥും വിജയിച്ച് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് നിന്ന് വിജയിക്കാൻ അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയോ പ്രതിസന്ധികളോ ഇല്ല. PC വിഷ്ണുനാഥും കുണ്ടറയിൽ ഏറെക്കുറെ വിജയം ഉറപ്പിച്ച മട്ടാണ്. അപ്പോൾ ഈ രണ്ടുപേർക്കും ആ സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. അടുത്ത പേരുകാരൻ സണ്ണി ജോസഫാണ്. ഒരുപക്ഷേ സണ്ണി ജോസഫ് നിലവിലുള്ള KPCC പ്രസിഡന്റ്, ഒരുപക്ഷേ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. കാരണം സണ്ണി ജോസഫിൻ്റെ ആ സാധ്യത ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായേക്കാം. KPCCയുടെ നേതൃത്വതലത്തിൽ പുതിയൊരാളെ കണ്ടെത്തുകയും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഒരുപക്ഷെ സണ്ണി ജോസഫ് വന്നുകൂടായികയുമില്ല. ഇത് കോൺഗ്രസിന് ഭരണം കിട്ടാതെ വന്നുള്ള സാഹചര്യമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇതൊരു സാധ്യതയാണ്, ഓർമ്മിക്കുന്നു, ഒരു സാധ്യതയാണ്, സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ സംഭവിച്ചേക്കാം എന്നൊരു പോസിബിലിറ്റി നമ്മൾ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. സണ്ണി ജോസഫുമുണ്ട്. മറ്റൊരു പേരുകാരൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്ന മാത്യു കുഴൽനാടൻ്റെ സാധ്യതയും ചെറുതല്ല. മാത്യു കുഴൽനാടൻ പ്രതിപക്ഷത്തെ ഇപ്പോൾ ഒരു മുഖമാണ്, പ്രധാനപ്പെട്ട മുഖമാണ്. സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആയുധങ്ങളൊക്കെ നയർത്തുക, നിയമവശങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല മാത്യു കുഴൽനാടനും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ മാത്യു കുഴൽനാടനും മൂവാറ്റുപുഴയിൽ നിന്ന് മത്സരിക്കുന്ന അദ്ദേഹവും വിജയിച്ചു വരാൻ തന്നെയാണ് സാധ്യത. മാത്യു കുഴൽനാടിൻ്റെ സാധ്യതയും ഒട്ടും ചെറുതല്ല എന്നതുകൂടിയാണ് സാഹചര്യം. ഇതാണ് നമ്മൾ പങ്കുവയ്ക്കുന്ന പ്രതിപക്ഷ നേതാവ് സാധ്യതകൾ ഇരു മുന്നണികളുടെയും. ആ സാധ്യതകൾക്ക് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയില്ലെങ്കിൽ വരാൻ പോകുന്ന സാധ്യത. അതിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത വിരളമാണ്. അങ്ങനെയെങ്കിൽ പുതിയ പേരുകാരെ കണ്ടെത്തേണ്ടി വരും. ആര് നയിക്കുമെന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായും ഇടതുപക്ഷത്തെ പ്രതിപക്ഷ നേതാവ് ആവുന്ന വ്യക്തി അടുത്ത തവണ ഒരു പ്രധാനപ്പെട്ട മുഖമായി മാറും. അങ്ങനെയെങ്കിൽ ഒരു പുതിയ നേതാവിൻ്റെ ഉദയം അവിടെ ഉണ്ടായേക്കാം എന്നതുകൂടി നമുക്ക് കാണേണ്ടതാണ്. അത്തരം ആകാംക്ഷ ഉയർത്തുന്ന ഉത്തരങ്ങളാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളം കണ്ടെത്താൻ പോകുന്ന ആ ഒരു കാത്തിരിപ്പാണുള്ളത്. അതേസമയം UDFിലേക്ക് വരുമ്പോൾ UDFിലും അത്തരം കൗതുകമുയർത്തുന്ന ഉത്തരങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയാണ് UDFിന് ഭരണം കിട്ടിയില്ല, അല്ലെ മൂന്നാം വട്ടവും പോയാൽ സ്വാഭാവികമായി അവർക്കുണ്ടാവുന്ന വലിയ രാഷ്ട്രീയ അസ്ഥിരതകളും പ്രതിസന്ധികളുമുണ്ട്. അതിനിടയിൽ പുതിയൊരാളെ കണ്ടെത്തണം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക്. അത് ആര് എന്ന ചോദ്യമാണ്. അവിടെയാണ് ഈ പേരുകാർ. എന്തായാലും UDFിലും LDFിലും പുതിയ ചില താരോദയങ്ങൾക്കിടവയ്ക്കുന്നത് കൂടിയാവാം ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് എന്നതുകൂടിയാണ് പ്രസക്തമായ കാര്യം. കാരണം പരാജയപ്പെട്ടാൽ ഇരു മുന്നണികളിലും ആ മുന്നണിയുടെ ഇപ്പോഴുള്ള നേതൃസ്ഥാനത്തിൽ ഒരു വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. അതുതന്നെയാണ് അവിടെ സംഭവിക്കുക. അപ്പോൾ അങ്ങനെ കൗതുകമുയർത്തുന്ന ചോദ്യമാണ് ആരാവും മുഖ്യമന്ത്രി എന്ന ചോദ്യങ്ങളും ചർച്ചകൾക്കിടയിലും മറ്റൊരു പ്രസക്തമായ ചോദ്യം ആരാവും പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യം കൂടിയാണ്. അതുകൂടിയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇത്തരം സാധ്യതകൾ എന്തായാലും തള്ളിക്കളഞ്ഞുകൂടാ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.